എല്ലാ ഇസങ്ങൾക്കും എല്ലാ റിലീജിയനുകൾക്കും അതിൻ്റെതായിട്ടുള്ള വാല്യൂകളുണ്ട്. മണിയുള്ള ആളുകളെല്ലാം എന്തോ ഒരു മോശക്കാരാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അറിയാതെ കുത്തി നിറയ്ക്കപ്പെടുന്നുണ്ട്. മണി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഷെയിമുണ്ട്. അമേരിക്ക ആയതുകൊണ്ട് സെക്ഷുവാലിറ്റി കുറിച്ച് ഷെയിം കുറവാണ്. അതിനേക്കാളും കൂടുതൽ ഷെയിമാണ് മണി ഉണ്ടാക്കുന്നതിന്. മണി വളരെ വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് ഐഡിയ ആണ് ഒരുപാട് ആളെ സംബന്ധിച്ചത്. ഇപ്പൊ റിലീജിയൻ മണിയെ കുറിച്ച് ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ ഇങ്ങനെ നമ്മൾ വളർന്നു വന്ന ഇതിൽ ഞാൻ കേട്ടിട്ടുള്ള ദാരിദ്ര്യമാണ് അല്ലേ, എസ്പെഷ്യലി ധനവാൻ സ്വർഗരാജ്യത്തിൽ പോകുന്ന ഒട്ടകം സൂചിക്കുഴേക്കാളും ഡിഫിക്കൽട്ട് ആണ് എന്ന് പറയുന്നത്. അപ്പൊ മണിയെ കുറിച്ച് ഒരുപാട് പേർക്ക് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ വേണ്ട, പക്ഷെ ഒരുപാട് പേർക്ക് മണിയെ കുറിച്ച് ഷെയിമുണ്ട്, മണി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഷെയിമുണ്ട്. എനിക്കത് സെക്ഷുവാലിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇപ്പൊ ഞാൻ അമേരിക്കയിലെ ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും കണ്ട ഒരു കാര്യം വെച്ചാൽ എന്റെ ഒരുപാട് ക്ലയന്റുകൾക്ക് സെക്ഷുവാലിറ്റി അമേരിക്ക ആയതുകൊണ്ട് സെക്ഷുവാലിറ്റി കുറിച്ച് ഷെയിം കുറവാണ്. അതിനേക്കാളും കൂടുതൽ ഷെയിമാണ് മണി ഉണ്ടാക്കുന്നതിനെ കുറിച്ച്. അപ്പൊ ആ ഷെയിം ഉള്ള അത്ര സമയം അവരുടെ റൂട്ട് കൺജസ്റ്റഡ് ആയിരിക്കില്ലേ? ആയിരിക്കും. അല്ല, ആ ഒരു ഷെയിം കൊണ്ടുവരുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം മതങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓരോ മനുഷ്യനും പിറന്ന് അവൻ വളർന്നു വരുന്ന സമയത്ത് ഏകദേശം ഒരു 7-8 വയസ്സ് വരെ ആവുന്ന സമയത്ത് അവനിൽ അവൻ്റെ ഒരു എൻ്റെ ലൈഫിലേക്കുള്ള സ്ക്രിപ്റ്റുകൾ അല്ലെങ്കിൽ ആശയങ്ങൾ കുത്തി നിറയ്ക്കപ്പെടുന്നുണ്ട്. അത് അതിനകത്ത് മതപരമായ ആശയങ്ങളുണ്ട്, സാമൂഹികപരമായ ആശയങ്ങളുണ്ട്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ആശയങ്ങളുണ്ട്, അവൻ്റെ കുടുംബപരമായ ആശയങ്ങളുണ്ട്, ദേശപരമായ ആശയങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ മണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത് സത്യത്തിൽ ഇപ്പം മതപരമായ ആശയമാണെങ്കിലും അല്ലെങ്കിൽ സാമൂഹികപരമായ ആശയങ്ങളാണെങ്കിലും മണിയുള്ള ആളുകളെല്ലാം എന്തോ ഒരു മോശക്കാരാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അറിയാതെ കുത്തി നിറയ്ക്കപ്പെടുന്നുണ്ട്. കാരണം മണി സമ്പാദിച്ച ഒരാൾ അയാൾ എന്തൊക്കെ മോശ കാര്യം ചെയ്തിട്ടാണ് ഈ മണി സമ്പാദിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം. എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായ ആശയം നമ്മളിലേക്ക് കുത്തി നിറയ്ക്കപ്പെടുന്നത്. അതുകൊണ്ട് ശരിക്കും അതുകൊണ്ട് മതങ്ങൾക്ക് എന്താണ് ഗുണമുള്ളതുകൊണ്ട് നമുക്കറിയാം, നമ്മളെ ഏതെങ്കിലും തരത്തിൽ അടിമകളാക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആശയത്തിന് വിധേയമാക്കി നമ്മളെ നിർത്തണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ എന്തുമാകട്ടെ ഒരു ആശയത്തിന് വിധേയമാക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ ഒരു കുറ്റബോധം ജനിപ്പിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ പറഞ്ഞ ഒരു തെറ്റായ ഒരു ആശയം നമ്മൾ കുത്തി നിറച്ചുകൊണ്ട് അല്ല അതിന് സെക്സിനെ കുറിച്ചുള്ള കുറ്റബോധം മാത്രം പോരെ, മണിയെ കുറിച്ചുള്ള പേട്ടെ. ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഞാൻ ഒരു ബിസിനസ് ലെവലിൽ ഇത് ചിന്തിച്ചിട്ട് പറയാണ്, എൻ്റെ അറിവില്ലാതെ കൊണ്ട് പറയുന്നതെന്ന് വിചാരിച്ചാൽ മതി. മറ്റേ ഈ എന്നാ തേന്മാവൻ കൊമ്പത്തിനകത്ത് പറയല്ലേ നമ്മുടെ കുഞ്ഞുബുദ്ധി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതായത് വെച്ചാൽ നമുക്ക് മാസസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സെക്സിനെ കുറിച്ച് ഷെയിം ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. മണി ആൾക്കാർക്ക് ഇപ്പൊ ക്രിസ്ത്യൻസിന് അല്ലെ മുസ്ലിങ്ങൾക്ക് അല്ലെ ഹിന്ദുക്കൾക്ക് ഓർഗനൈസ്ഡ് റിലീജിയൻ ആകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ മണി ഉള്ളവർ ഉണ്ടാകുമ്പോഴല്ലേ എനിക്ക് കൂടുതൽ അവരുടെ നിന്ന് പൈസ മേടിക്കാൻ പറ്റുന്നത്. എന്റെ അറിവില്ലായ്മ ചോദിക്കാം. ഇപ്പം മണിയുള്ളവർ ഈ മണി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് പോസിറ്റീവായിട്ടുള്ള അല്ലെ ഈശ്വരീയമായ ആത്മീയമായിട്ടുള്ള ഒരു എനർജി ആണ് എന്ന് നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മണി എടുത്ത് ആർക്കും ദാനം അല്ലെങ്കിൽ ഒരു മതത്തിന് വേണ്ടി കൊടുക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മണി എന്ന് പറയുന്നത് അല്ലെ മണി പണം സമ്പാദിക്കുന്നത് അല്ലെ ഒരു ധനവാൻ ഈ പറഞ്ഞ പോലെ ഒട്ടവും സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്ന പോലെയാണ് ഒരു ധനവാൻ സ്വർഗത്തിലേക്ക് എത്തുന്ന വഴി എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ അതിപ്പം ഒരു മതത്തിന് മാത്രമായിട്ടല്ല എല്ലാ മതങ്ങളിലും ഈ ദാരിദ്ര്യവും അപ്പം പിന്നെ ദാരിദ്ര്യം വ്രതമായിട്ട് എടുക്കുന്നതും അതുപോലെ തന്നെ പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ കാഷായം ധരിച്ച് വൈരാഗികളായി തീരുന്നതും ഇതൊക്കെ എല്ലാ മതങ്ങളിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പിന്നെ പണപരമായ രീതി അല്ലെങ്കിൽ പിന്നെ ധനാത്മകമായ രീതിയിൽ നമ്മൾ വളർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ആ ധനാത്മകത നമ്മളിലേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ ധനാത്മകതയെ നമ്മൾ ഈശ്വരീയമായിട്ട് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ നമുക്ക് ഒരു മതത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ അവിടെ സ്ഥാനമില്ല. കാരണം മതത്തിന് പിന്നെ നമ്മളെ അടിമകളാക്കാൻ സാധിക്കില്ല. ഇപ്പം മതങ്ങളെല്ലാം അങ്ങനെ നമ്മൾ അടിമകളാക്കി വെച്ചിരിക്കുന്നത് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, ഇപ്പം മതത്തിനെതിരുമല്ല ഞാൻ പറയുന്നത്. മറിച്ച് മനുഷ്യന്റെ ഉള്ളിൽ ഈ പറഞ്ഞ മണിയെ പറ്റിയുള്ള ഒരു തെറ്റായ ആശയം കുത്തി നിറച്ചെങ്കിൽ മാത്രമേ ആ ഒരു മേഖലയിൽ അവർക്ക് പിന്നെ നമ്മുടെ മേളിൽ ആ ഒരു ഇന്റർപ്രിട്ടേഷൻ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ ഞാൻ ചെറിയ നാടി തൊട്ടെ, അതായത് എന്ന് വെച്ചാൽ കേൾക്കുന്ന കുട്ടികളായിട്ടുള്ള ആൾക്കാരും വലിയവരായിട്ടുള്ള ആൾക്കാരും ഇടയ്ക്കുള്ള ആൾക്കാരും നിങ്ങളുടെ മതങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ മതത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ മതത്തിന് ഒരുപാട് വാല്യൂകളുണ്ട്. എൻ്റെ പേഴ്സണൽ ബിലീഫാണ് ഞാൻ പറയുന്നത്. ഞാൻ ഷാക്കാരി അഗ്രി എന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് എല്ലാ റിലീജിയനും അതിൻ്റെ വാല്യൂ, ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും ഇതിനും നിരീശ്വരവാദത്തിനും ഈ പറഞ്ഞ രീതിയിൽ സ്പിരിച്വാലിറ്റി തന്നെ പോകുന്ന ആൾക്കാർ എല്ലാത്തിനും എല്ലാ ഇസങ്ങൾക്കും എല്ലാ റിലീജിയനുകൾക്കും അതിൻ്റെതായിട്ടുള്ള വാല്യൂകളുണ്ട്. സൊസൈറ്റിയിൽ അങ്ങനെയുള്ള സിസ്റ്റങ്ങൾ ഉണ്ടായത് തന്നെ അത് വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കാലത്ത് അത് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് കൾച്ചറിലാണോ ആ കൾച്ചറിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി പോകാം. നമ്മുടെ തീം എന്ന് വെച്ചാൽ നമ്മൾ ആ സ്പിരിച്വാലിറ്റി നിന്നുകൊണ്ട് എങ്ങനെ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യാം, ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് എങ്ങനെ വളർച്ച ഉണ്ടാക്കാം, ആ തീമിലാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ബിസിനസ്സിൽ
ബിസിനസ് നമുക്ക് വളർച്ച ഉണ്ടാകണമെങ്കിൽ അപ്പൊ റൂട്ട് അതായത് നമ്മുടെ മൂലാധാരമൊക്കെ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ്സിലേക്ക് ആ ഒരു ധനാത്മകതയെ കൊണ്ടുവരാനായിട്ടും ആ ധനാത്മകത നിലനിർത്താനായിട്ടും ഇപ്പൊ ധനാത്മകത കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല ധനത്തെ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യം, അതിനേക്കാളും അത്യാവശ്യമാണ്, കൊണ്ടുവരാനേക്കാളും കൂടുതൽ നിലനിർത്താൻ പറയും. അപ്പൊ അങ്ങനെ സംരക്ഷിതമായിട്ട് നിലനിർത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ റൂട്ട് ചക്രം പിന്നെ ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇനി നമുക്കിപ്പോൾ ഒരു ധനാത്മകത നമ്മളിലേക്ക് ആകർഷിക്കണം. നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ പരസ്യങ്ങൾ ചെയ്യുന്നു, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അവർ പല വീഡിയോകൾ ചെയ്യുന്നു, ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നു. ഇതെല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്, അവരുടെ ബിസിനസ്സിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ആകർഷണത്തിൻ്റെതായ എനർജി വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ചക്രമായിട്ടുള്ള സ്വാധിഷ്ഠാന ചക്രത്തിലാണ്. അപ്പോൾ സ്വാധിഷ്ഠാനം പ്രദർശനം ആയെങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സിലേക്ക് ആ ഒരു അതിൻ്റെ ഒരു ഓണർ എന്നുള്ള നിലയിൽ ആ ഒരു ക്ലയൻസിനെ അവർക്ക് അതിലേക്ക് ആകർഷിച്ചുകൊണ്ട് വരാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സിനെ ഞാൻ കാണുന്നത് ഈ പറഞ്ഞ ഒരു എനർജി ഫീൽഡുകളായിട്ട് തന്നെയാണ്. ഈ പറഞ്ഞ 7 പിന്നെ കേന്ദ്രങ്ങളുള്ള 7 പോയിന്റുകളുള്ള, അതായത് ഈ 7 ചക്രങ്ങളുള്ള ഒരു എനർജി ഫീൽഡായിട്ടാണ് ഞാൻ ഒരു ബിസിനസ്സിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടൊക്കെ ഹീൽ ചെയ്യുന്നത്. അതായത് ഒരു ബിസിനസ്സിനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ, ഒരു ബിസിനസ് എന്ന് പറയുമ്പം അതിന് ഒരുപാട് മേഖലകളുണ്ട് അല്ലേ. അതിൻ്റെ സെയിൽസ് ഉണ്ട്, അതിൻ്റെ പർച്ചേസ് ഉണ്ട്, അതിൻ്റെ സ്റ്റാഫ് ഉണ്ട്, അതിൻ്റെ പിന്നെ HR ഉണ്ട്, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അങ്ങനെ നിരവധി മേഖലകളുണ്ട്. അപ്പൊ അങ്ങനെ ബിസിനസ്സുകളെ ഹീൽ ചെയ്യുന്നതിലൂടെ അവരുടെ ബിസിനസ്സിനെ, അതായത് മറ്റു പറഞ്ഞ ആശ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അവരുടെ റൂട്ടിനായിട്ട് സ്ട്രോങ് ആക്കുകയും അല്ലെ സ്വാധിഷ്ഠാനം സ്ട്രോങ് ആക്കുകയും മണിപൂരകം സ്ട്രോങ് ആക്കുകയും ചെയ്യുവാണെങ്കിൽ അതിലൂടെ അവരുടെ ബിസിനസ് കൂടുതൽ വളരാനും സ്റ്റേബിൾ ആക്കാനും പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ബിസിനസ്സിനെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ പോലെയുള്ള പല ചലഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം അവരുടെ റൂട്ട് ചക്ര അത്ര പിന്നെ പവർഫുൾ അല്ല എന്നുണ്ടെങ്കിൽ അവരിലേക്കുള്ള മണി ഫ്ലോ തീരെ കുറവായിരിക്കും. അപ്പോൾ കാരണം അവർ പല രീതിയിലുള്ള പല ബാങ്കുകളുമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ പല കാര്യങ്ങളുമായിട്ട് സംസാരിക്കും, പക്ഷേ ആ മണി ഫ്ലോ അവർക്ക് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ എന്ത് പറ്റും, അല്ലെങ്കിൽ ഒരു സെയിൽസിൽ നിന്നുള്ള മണി ഫ്ലോ കുറവായിരിക്കും. അങ്ങനെ പല മേഖലകളിൽ നിന്നുള്ള അവരുടെ മണി ഫ്ലോ തീരെ കുറവായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മണി ഫ്ലോ കുറയുമ്പം അവരുടെ ബിസിനസ് ഡെവലപ്മെന്റ്സ് അവിടെ പിന്നെ പുറകോട്ട് പോകാനായിട്ട് തുടങ്ങും. അപ്പോൾ റൂട്ടുമായിട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ അത് വ്യക്തിയാണോ അതോ ബിസിനസ്സിന് തന്നെ ഇതിന് വേറൊരു എനർജി എൻറ്റിറ്റി ഉണ്ടോ? അല്ല, ബിസിനസ് എന്ന് പറയുന്നത് വേറൊരു എനർജി എൻറ്റിറ്റി തന്നെയാണ്. ഞാൻ അതിനൊരു എനർജി ഫീൽഡായിട്ടാണ് കാണുന്നത്. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു എനർജി ഫീൽഡായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. നമ്മുടെ എനർജിനെ ബേസ് ചെയ്തിട്ടാണോ ഈ ബിസിനസിന്റെ എനർജി വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ പള്ളിയാണെങ്കിലും ക്ഷേത്രമാണെങ്കിലും ഇതിൻ്റെ ആരാധനാലയങ്ങളുടെ ഒക്കെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും ഈ പറഞ്ഞ എനർജി ഫീൽഡുകളൊക്കെ ബേസ് ചെയ്തിട്ടാണ്. MD പോയിട്ട് ഒരു ബാങ്കുമായിട്ട് സംസാരിച്ച് ഒരു ഫണ്ട് ഫ്ലോയ്ക്ക് വേണ്ടി പോവുകയാണ്. പക്ഷേ ഇയാൾ 10 പ്രാവശ്യം പോകുമ്പോൾ നടക്കുന്നില്ല. 15ാമത്തെ പ്രാവശ്യം ഓട്ടോമാറ്റിക്കലി ഫണ്ട് പോയി പോകും. ആ എനർജി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇവർ പോകുന്ന സമയത്ത് ആ ഒരു അറ്റാച്ച്മെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓട്ടോമാറ്റിക്കലി അവിടെ ആ മണി എനർജി അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങും. Synchronizing the art, tactics and spirituality.